പേര് ജിഷ എന്നാണ്. തൃശ്ശൂരിൽ നിന്നാണത്. ഇപ്പം നമ്മൾ തൈറോയിഡ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് പോവും, പിന്നെ തൈറോയിഡ് ക്യാൻസർ വരാൻ അത് ചാൻസ് ഉണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ഫെർഡിനാൻഡ്, കൺസൾട്ടൻറ്റ് എൻഡോക്രൈൻ സർജൻ, അപ്പോളോ മെഡ്ലക്സ് ഹോസ്പിറ്റൽ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തൈറോയ്ഡ് മുഴകൾ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ എന്നാണ്. സാധാരണ തൈറോയ്ഡിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഇത് കുഴപ്പക്കാരനാണോ ഇല്ലയോ എന്ന ഒരു ഡൗട്ട് എപ്പോഴും മൈൻഡിൽ എക്സിസ്റ്റിംഗ് ആണ്. അതിനുള്ള ഒരു ചെറിയ നോളജ് ബേസ്ഡ് ടോക്കാണ് ഞാൻ ചെയ്യണത്. സാധാരണ തൈറോയ്ഡിൽ മുഴ കാണുന്നത് ചെറിയ ഒരു രീതിക്കുള്ള മുഴ എല്ലാ വ്യക്തികളും കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ സാധാരണ രീതിക്ക് ഇങ്ങനത്തെ മുഴകളൊക്കെ ചെറിയ സൈസിലായിരിക്കും, എല്ലാം 1 സെൻറ്റിമീറ്ററിന് താഴെയായിരിക്കും, കടുകിൻ്റെ അത്രയോ കടലിൻ്റെ അത്രയോ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ജനറൽ പോപ്പുലേഷനിൽ ഇങ്ങനത്തെ മുഴകൾ കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു മുഴ കണ്ടു കഴിയുമ്പോഴേക്കും വി ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് അത് കുഴപ്പക്കാരനല്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതിനെ നമുക്ക് ഒബ്സർവേഷനിലോ ഇതിന് വേണ്ട ചികിത്സയോ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് 2 ബേസിക് ആയിട്ടുള്ള പരിശോധനകളാണ് ഇതിന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഒന്ന് അൾട്രാസൗണ്ട് നെക്കും, ഒരു തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നൊരു ബ്ലഡ് ടെസ്റ്റുമാണ്. അൾട്രാസൗണ്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവും. ക്യാരക്ടർ നോർമലാണ്, അങ്ങനെ പ്രത്യേകിച്ച് സംശയകരമായ മാറ്റമില്ല, ഇതിൻ്റെ സൈസിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ ഇതിനെ വെൽ വിത്തിൻ ഒബ്സർവേഷനിൽ വെച്ചാൽ മതി. ഇല്ല, ഇതിൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഫർദർ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമുള്ളൂ. ഓർ വി ക്യാൻ കീപ് ഇതിനെയൊക്കെ സേഫ്ലി ഒബ്സർവേഷനിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇങ്ങനത്തെ മുഴകളിൽ ജനറലി പറയുന്നത് 10 മുതൽ 15% വരെ മുഴകളാണ് കുഴപ്പക്കാരനായി ഫ്യൂച്ചറിൽ മാറാനുള്ള സാധ്യതകൾ. യൂഷ്വലി 85 to 90% മുഴകളൊക്കെ തൈറോയ്ഡിൽ നോർമലായിട്ടേ ഇവൻച്വലി മാറുള്ളൂ. താങ്ക് യു.